സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നമുക്ക് CPM മണ്ണിൽ ക്യാഷ് ഉണ്ടാക്കാം, അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അത് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ലൈക്കൊക്കെ അടിച്ചേക്കണേ, മറക്കാതെ ലൈക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ CPMൽ പൈസ ഉണ്ടാക്കാം, നമുക്ക് ഓരോ ടാസ്കുകളും ഇതെല്ലാം ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതായത് നമുക്കിപ്പോൾ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ ദിവസം നമുക്ക് ഡെയിലി റിവാർഡ് കിട്ടും. അതായത് 2000 3000 അങ്ങനെ ഡെയിലി റിവാർഡുകൾ കിട്ടും. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസകൾ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് അല്ലാതെന്ന് വെച്ചാൽ ടാസ്കുകൾ തരും, ഓരോ ദിവസവും ഓരോ ടാസ്കുകൾ. അപ്പോൾ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് പൈസ കിട്ടും ഗൈസ്. അങ്ങനെ നമുക്ക് ഇതിൽ ഒരുപാട് നമുക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വണ്ടികളൊക്കെ സെല്ല് ചെയ്യാം, കാറുകളൊക്കെ സെല്ല് ചെയ്ത് നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാം. പിന്നെ കാറ് വാങ്ങാനുള്ള പൈസ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇനിയെന്ന് പറഞ്ഞാൽ കോയിനാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ മിക്കുള്ളവരും ഇപ്പോൾ നോക്കണത്. കോയിൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു കാറ് നല്ലോണം പണിയാക്കാം. അത് ക്യാഷ് വേണം കോയിൻ ഉണ്ടാക്കണമെങ്കിൽ. അതായത് നമ്മളൊരു കാർ വേണമെങ്കിൽ കാർ എടുക്കണം. എന്നിട്ട് വില പറഞ്ഞതായാലും കുഴപ്പമില്ല, സ്പീഡ് അത്യാവശ്യം ഫുള്ള് ഇതാക്കി ചെയ്യണം. അതായത് നമ്മൾ മാക്സിമം ഒരു 500 എങ്കിലും നമ്മളെ വേണം ക്യാഷ്. അപ്പോൾ ചെയ്യാണ്ടെന്ന് വെച്ചാൽ നമുക്ക് കോയിനാണ് ഉണ്ടാക്കണം. അപ്പോൾ അത് മാക്സിമം നമ്മളെ കാറുകളെല്ലാം നല്ല കിടിലായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യണം. അതായത് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കിടിലാക്കണം ഏത് കാറായാലും. പിന്നെ അത്യാവശ്യം അതിന് പവറൊക്കെ കൂട്ടി നമ്മൾ വേൾഡ് സെല്ലുണ്ട്, അപ്പോൾ അതിലിട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും. അതായത് നിങ്ങൾക്ക് 1000 500 കോയിനെല്ലാം ഇടാം. അതായത് മാക്സിമം 1000 കോയിൻ വരെ നിങ്ങൾക്ക് ഇടത്തുള്ളൂ. ഇനി അവർ കൂട്ടണമെങ്കിൽ ചിലപ്പം 10,000 ഒക്കെ വരുമെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് അല്ല, ഡെയിലി ടാസ്ക് തന്നെ, ഡെയിലി ടാസ്കിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാം. അങ്ങനെ നിങ്ങൾക്ക് കോയിനും പൈസയും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. അത് കൂടാതെ പിന്നെ വേറെ വരണേന്ന് വെച്ചാൽ നമുക്ക് ടാക്സിയിൽ വരും. ടാക്സി, പിന്നെ ട്രാൻസ്പോർട്ട്, അതായത് ബസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ആക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് കാർഗോയൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് CPM മണ്ണിൽ എളുപ്പമായിട്ട് നിങ്ങൾക്ക് പൈസയൊക്കെ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ വഴികൾ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ പൈസ കിട്ടും. പിന്നെ ഒരു ടാസ്കുകളൊക്കെ മെയിനായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 150 എങ്കിലും മിനിമം കിട്ടും നിങ്ങൾക്ക്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടാക്കാം. പിന്നെ കോയിനല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കോയിനാകെ വേൾഡ് സെല്ലും ഉണ്ട്. പിന്നെ നമ്മളെ ഡെയിലി ടാസ്കിലേ കോയിൻ വരത്തുള്ളൂ. പിന്നെ നമുക്ക് കാർ വാങ്ങണം എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ വേൾഡ് സെല്ലല്ല, നമ്മളെ മൾട്ടിപ്ലയർ ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓരോ കാറുകളെടുക്കാം. അതായത് ചിലവരുണ്ടല്ലോ നല്ല റിച്ച് ആയിട്ടുള്ളവരൊക്കെ $1 കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറൊക്കെ എടുക്കാം. അങ്ങനെ കാറെടുക്കാം. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് കാർ ട്രേഡ് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് കാറൊക്കെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CPM മണ്ണിൽ ക്യാഷ് ഉണ്ടാക്കണത് എന്ന് ഞാൻ പറയണത്. ഇങ്ങനെയൊക്കെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്യാഷ് ഉണ്ടാക്കണതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫണ്ടൊക്കെ ഉണ്ടാക്കാം. പിന്നെ വേറൊരു വഴിയൊന്നും അങ്ങനെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാനല്ലേ പറ്റും. പൈസ കൊടുക്കാനൊക്കെ ചിലർക്കൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണുന്നവരൊക്കെയോ ബായ്.